മറ്റു വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ പ്രതികൾ 8 മാസം പീഡിപ്പിച്ചെന്ന് കണ്ടെത്തൽ. എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരാകണം എന്നതായിരുന്നു ശിക്ഷ. 8 മാസം ഈ രീതി തുടർന്നതായി സഹപാഠി മൊഴി നൽകിയെന്നും ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും MG പ്രതീഷ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ എന്നതിന് അപ്പുറം ഇതിനു മുൻപും സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ SFI നേതൃത്വം നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? വേണു, ഇതുമായി ബന്ധപ്പെട്ട ആന്റി റാഗിംഗ് സെല്ല് നടത്തിയ അന്വേഷണം 166 വിദ്യാർത്ഥികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതായത് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സിദ്ധാർത്ഥന്റെ സഹപാഠികളടക്കം അവരുടെ മൊഴികളാണ് പൂർണ്ണമായും രേഖപ്പെടുത്തിയത്. ഇതിലൊരു വിദ്യാർത്ഥി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് 8 മാസങ്ങളായി ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ കുട്ടിയെ ആക്രമിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ റാഗ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ അന്തിമ റിപ്പോർട്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കോളേജ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള K അരുണിൻ്റെ മുറിയിൽ എന്നും എത്തണം എന്നുള്ള തരത്തിൽ അവിടെ എത്തിയ ശേഷം ക്രൂരമായ രീതിയിൽ തന്നെ പീഡിപ്പിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥിയുടെ ജന്മദിനത്തിൽ ഈ തൂണിൽ കെട്ടിയിട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി കൂടി ഈ കുട്ടി ഉന്നയിക്കുന്നുണ്ട്. അതായത് മൊഴി രേഖപ്പെടുത്തിയ ആ കുട്ടി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നുൾപ്പെടെയുള്ള ഭീഷണികൾ മുഴക്കിയതായും പറയുന്നു. അതായത് സിദ്ധാർത്ഥൻ്റെ ഈ ഒരു ആക്രമണം അത് ആ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ളൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഈ കുട്ടി ഫോട്ടോഗ്രാഫറായിരുന്നു. അതായത് അവിടെ ഒരു താരപരിവേഷമുള്ള വിദ്യാർത്ഥിയായിരുന്നു. അതിൻ്റെ അസൂയാകാം ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമെന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ ആന്റി റാഗിംഗ് സെല്ലിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഈ സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ പാചക ചെയ്തിരുന്ന ആള് ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ മർദ്ദനത്തിന് എല്ലാം തന്നെ ശേഷം അവിടെ നിന്നും രാജിവെച്ച് പോകുന്ന നടപടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സുരക്ഷാ ജീവനക്കാരൊന്നും ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നും ആന്റി റാഗിംഗ് സെല്ല് പറയുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ആന്റി റാഗിംഗ് സെല്ലിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പക്ഷേ അതിലേറ്റവും ഒരു വിമർശന വിധേയമാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെല്ലിൽ ഉൾപ്പെട്ടതിൽ പ്രധാന അധ്യാപകരാണ്. ഈ അധ്യാപകർ 4ഓളം അധ്യാപകർ ഈ സെല്ലിലുണ്ട്. അതായത് ആ ക്യാമ്പസിൽ തന്നെ ഉള്ള അധ്യാപകരാണ്. നേരത്തെ ഇങ്ങനെ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ അധ്യാപകർ ഈ വിവരം അറിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് ആന്റി റാഗിംഗ് സെല്ലിലെ അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവർ പോലും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു വിമർശനം കൂടി പൊതുവെ ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത് നേരെ VCക്ക് ഈ അന്തിമ റിപ്പോർട്ട് കൈമാറാനുള്ള നീക്കമാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തുന്നത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് MG പ്രതീഷും ചേരുന്നു. പ്രതീഷ്, സിദ്ധാർത്ഥന്റെ രക്ഷകർത്താക്കളും ബന്ധുക്കളുമൊക്കെ ഈ വിവരങ്ങൾ ഇതിനോടകം അറിഞ്ഞതാണോ? എന്താണ് അവരുടെ പ്രതികരണം? വേണു, ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുടുംബം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് 24നോടൊപ്പം ചേരുകയാണ്. ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഒരു ഫൈനൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 8 മാസത്തോളം സിദ്ധാർത്ഥനെ അവിടെ പീഡിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് അറിയുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് ഈ 8 മാസത്തോളം പീഡിപ്പിച്ചെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയുന്നത്. ആന്റി റാഗിംഗ് സ്ക്വാഡിന് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും അറിയാമായിരിക്കും 8 മാസം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന്. ഇന്ന് അറിഞ്ഞത് ഈ 8 മാസമായിട്ട് ഇങ്ങനെ ഈ പീഡനം നടക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇത്രയും നാൾ പറഞ്ഞത് തന്നെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് ഇതുവരെയും കണ്ടുപിടിച്ചത്. ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത്, ഈ യൂണിയൻ്റെ ആ നേതാക്കളും പിന്നെ ആ പെൺകുട്ടികളും എല്ലാം, ആ പെൺകുട്ടികളുടെ പേര് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട്. പക്ഷെ അവരാരും ഇതുവരെയ്ക്കും ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പെൺകുട്ടികൾക്കാണ് മെയിനായിട്ടുള്ള പങ്കെടുക്കും. ഗൂഢാലോചന ചെയ്തിട്ടുള്ളത് തന്നെ ഈ ബിൻസിയാണ്. പിന്നെ വേറെ പെൺകുട്ടികളുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും പോലീസ് അവരടുത്ത് എത്തിയിട്ടില്ല, ചോദിക്കുന്നില്ല. ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ച് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് പറയുന്നു, അവരെ പിടിച്ച് അകത്താക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു. അതുവരെ നടക്കുന്നുള്ളത്. ഇതിൽ പറയുന്നത് ഈ സിദ്ധാർത്ഥന്റെ ജന്മദിനത്തിൽ അവിടെ ഒരു തൂണിൽ കെട്ടിയിട്ട് തീ കത്തിക്കുമെന്ന് പറയുന്നു. അവിടുത്തെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് മുറിയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഹാജരാകണമെന്ന നിർദ്ദേശം വരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു റാഗിംഗ് 8 മാസത്തോളം ഉണ്ടായിട്ടും അത് സിദ്ധാർത്ഥൻ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ആരും പറഞ്ഞു അങ്ങനെ ഒരു
ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലല്ലേ രക്ഷിതാക്കൾ? ഇല്ല സിദ്ധാർത്ഥൻ ഇവിടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ചിലപ്പോൾ അവിടുത്തെ അവൻ്റെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. ഇവിടെ വീട്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഒരു 4-5 മാസം മുമ്പ് തമാശയായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ചേട്ടന്മാരൊക്കെ റാഗിങ് ഒക്കെ തുടങ്ങി, ചെറിയ രീതിയിൽ റാഗിങ്ങേ ഉള്ളൂ എന്നൊക്കെ പറയും. ആ റാഗിങ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ചെറുതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു സൂചന പോലും തന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ ഭീഷണിപ്പെടുത്തി നിർത്തിക്കാണും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവന് സീരിയസ് ആയിട്ട് തോന്നിക്കാണില്ല. സീരിയസ് ആയിട്ട് തോന്നിക്കാണണം. പക്ഷേ ജന്മദിനത്തിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോഴേ നമ്മളെ വീട്ടുകാർ വളരെ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ അവന് വേണ്ടി കേക്ക് ഉണ്ടാക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. നമ്മുടെ വിവാഹ വർഷവും കൂടെയാണ് ആ ജന്മദിനം എന്ന് പറയുന്നത്. രണ്ടും ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ആഘോഷിക്കുന്നു. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ് കുഴപ്പമില്ല, അതൊക്കെ വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ അവനൊരു കൊടിയ പീഡനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ വീട്ടിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു, ഫുഡ് വയ്ക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അവനവിടെ ഈ പീഡനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യൂണിറ്റ് പ്രസിഡന്റിൻ്റെ, അവിടെ ISFI എന്നുള്ള ആ ഭീകര സംഘടനയുടെ ആ യൂണിറ്റ് പ്രസിഡന്റിൻ്റെ റൂമിൽ ഈ നടക്കുന്നുള്ളത്. ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് കുടുംബത്തിന്റെ കൂടി ആവശ്യം കണക്കിലെടുത്ത് സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിന് പിന്നാലെ ഒന്നും നടന്നിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത് തന്നെ എനിക്കിപ്പം വളരെ സംശയമുണ്ട്. പ്രഖ്യാപിച്ചു, ശരിയാ, ഒരു ഗസറ്റിലും ഞാൻ കണ്ടു ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സിദ്ധാർത്ഥന് സംഭവിച്ച ഈ കാര്യത്തിൽ. രാഷ്ട്രീയക്കാരാണെങ്കിലും മതസംഘടനയിൽ അവരാണെങ്കിലും എല്ലാ വിദ്യാർത്ഥി സംഘടനയും, ആ SFI എന്നുള്ള ഭീകര സംഘടന ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനയും, പിന്നെ ഇത് എല്ലാ ചാനലുകളും, എല്ലാ പത്രവും, എല്ലാ പേരും ശരിക്കും പറഞ്ഞാൽ ആക്രമിക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിന് പെട്ടെന്നൊരു തടയിടണം. അത് എനിക്ക് പിന്നെ മനസ്സിലായത്. അവർ പെട്ടെന്നൊരു തടയിടുക എന്നുള്ളത് അവർ നല്ലവണ്ണം അതിൽ വിജയിച്ചു. അപ്പോൾ തടയിട്ടു. ഒരു ശനിയാഴ്ച പറഞ്ഞു, ശനിയാഴ്ച വൈകുന്നേരം തന്നെ അതിന്റെ വാർത്ത. സതീഷാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ പ്രതികരണം തേടിയത്. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശാണ് സംസാരിച്ചത്. കഴിഞ്ഞ 8 മാസമായി സിദ്ധാർത്ഥൻ അനുഭവിച്ച കൊടിയ പീഡനത്തിന്റെ വിവരങ്ങളാണ് ആ കുടുംബം അറിഞ്ഞത്. ഒപ്പം CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നും ജയപ്രകാശ് പറയുന്നു.